ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 വർഷഫലത്തെക്കുറിച്ചാണ്. അത് ചോതി നക്ഷത്രക്കാരായിരിക്കുന്ന ഏത് പ്രായക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവാധീനത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ചോതി നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു വർഷമാണ് 2024. ഇത് ഈ നക്ഷത്രഫലം ഒരു ഗ്രഹത്തെ മാത്രം ആശ്രയിച്ച് പറയുന്നതല്ല, ഒരു വർഷത്തെ ഫലവുമാണ്. ആദ്യമൊക്കെ ചില ക്ലേശങ്ങൾ ഈ ചോതി നക്ഷത്രക്കാർക്ക് വന്നാലും പിന്നീട് വളരെ നല്ല അനുഭവങ്ങൾ വന്നിച്ചേരും. അതായത് രോഗത്താലും കടത്താലും മാനസികമായ പ്രയാസങ്ങളും അതുപോലെ തന്നെ പഠനരംഗത്തെ പരാജയങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു നക്ഷത്രക്കാരാണ് ഈ ചോതി നക്ഷത്രക്കാര് കഴിഞ്ഞ വർഷം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ്. ജാതകം നോക്കുന്നതിനും കബഡി നോക്കുന്നതിനും ഒക്കെ. ചോതി നക്ഷത്രക്കാർക്ക് 2025 ദൈവാധീനം വർദ്ധിക്കുകയും ഭാഗ്യാവസ്ഥ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വർഷമാണ്. പ്രധാന ഗ്രഹങ്ങളുടെ ഒക്കെ രാശിമാറ്റവും ഒക്കെ വരുമ്പോൾ അഭിവൃദ്ധികൾ വന്നിച്ച് ചോതി നക്ഷത്രക്കാര് എന്ന് പറയുമ്പോൾ അവർ തുലാം രാശിക്കാരാണ്. രാശിയുടെ അധിപൻ ശുക്രനാണ്. ഈ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം 2025 തൻ്റെ സ്വന്തം ക്ഷേത്രമായ ഇടവം രാശിയിലും തുലാം രാശിയിലും അതുപോലെ തന്നെ ഉച്ചം ചെയ്യുന്ന മീനം രാശിയിലും കൂടാതെ ബന്ധുക്ഷേത്രത്തിലും സമക്ഷേത്രത്തിലൂടെയും ഒക്കെ ബന്ധുവിനോട് യോഗം ചെയ്തുമൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയങ്ങൾ വരുന്നു. അപ്പോൾ പല വിധത്തിലുമുള്ള രാജയോഗങ്ങൾ വന്നു ചേരും. ശരഭയോഗം വന്നു ചേരുന്നതിന് യോഗമുണ്ട്. ശരഭം എന്ന് പറയുമ്പോൾ ഏത് കാര്യവും നേടിയെടുക്കുക, റാഞ്ചിയെടുക്കുക, അല്ലെങ്കിൽ കരസ്ഥമാക്കുക, എത്ര ബുദ്ധിമുട്ട് പിടിച്ച രംഗത്തും വിജയിച്ച് കയറുവാൻ ഈ ചോതി നക്ഷത്രക്കാർക്ക് 2025 യോഗം. അത് പിള്ളേർക്ക്, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയം വന്നു ചേരും. പരീക്ഷകളൊക്കെ എഴുതുമ്പോൾ പഠനത്തിന് ഒരല്പം പുറകോട്ടായിരുന്നു എങ്കിലും, വേണ്ട രീതിയിൽ പഠിച്ചില്ല എങ്കിലും, അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും ഉദ്ദേശിച്ചതിൽ കൂടുതൽ മാർക്ക് ലഭിച്ച് പരീക്ഷകൾ പാസ്സായി ഉന്നത വിദ്യാഭ്യാസത്തിന് സീറ്റ് കരസ്ഥമാക്കുവാനും, അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക്, യുവതീ യുവാക്കൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോഴും മറ്റ് പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുവാൻ വളരെയധികം യോഗവും ദൈവാധീനവുമുള്ള ഒരു വർഷമാണ്. തൊഴിൽ ചെയ്യുന്നവർക്കും വിജയങ്ങൾ സൂചകമാണ്. അതായത് ഈ തുലാം രാശിയുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ട്, ചന്ദ്രന് ശത്രുക്കളില്ല. എന്നാൽ ബുധൻ മാത്രം ചന്ദ്രനോടൊരു ശത്രുത വന്നു ചേരും. അതുകൊണ്ട് ഈ ചോതി നക്ഷത്രക്കാർക്ക് ആലോചിച്ച് നിന്നാൽ ഒരു കാര്യവും നടക്കുകയില്ല. പെട്ടെന്ന് ഒരു തീരുമാനത്തിലെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ 2025 ചോതി നക്ഷത്രക്കാർക്ക് വൻ നേട്ടങ്ങൾ വന്നു ചേരും. ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും അധികാര സ്ഥാനങ്ങളും ഒക്കെ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എല്ലാവരും വലിയ വലിയ വരുമാനങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ജോലികൾ ചെയ്യുന്നവരല്ലല്ലോ. ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർക്കായാലും ചില സന്ദർഭങ്ങളിൽ, ചില മാസങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക കുതിച്ചുകയറ്റമുണ്ടാകും. കുടുംബപരമായ സമ്പത്ത് കിട്ടുന്നതിനോ, ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സമ്പത്ത് കുടുംബത്തിൽ നിന്ന് വന്നു കിട്ടുന്നതിനോ, ലോട്ടറി അടിക്കുന്നതിനോ, അതുമല്ല ഒരു കുറിച്ചിട്ടിയോ
ചെറിയ കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുകയോ മറ്റ് ഉത്തമ സുഹൃത്തുക്കളുടെയോ സഹോദരസ്ഥാനീയരുടെയോ സഹായം കൊണ്ട് ഉയർന്ന പൊസിഷനിലേക്ക്, ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് ഉയരുവാൻ ഈ ചോതി നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് ദാമ്പത്യഭാവത്തെ വിശകലനം ചെയ്തതിൽ കാണുന്നു. ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ തൻ്റെ ഉച്ചം ചെയ്യുന്ന രാശിയായ മകരൻ രാശിയിലൂടെയും സ്വക്ഷേത്രമായ മേടത്തിലൂടെയും വൃശ്ചികത്തിലൂടെയും സഞ്ചരിക്കുന്നു. കൂടാതെ ബന്ധുക്ഷേത്രത്തിലൂടെയും സമക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോഴും വിജയങ്ങൾ വന്നു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം പോലെ തന്നെ പ്രധാനമാണ് ശത്രുക്ഷേത്രവുമുണ്ട്. ശത്രുക്ഷേത്രത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും വിജയത്തിനായിട്ട് പ്രവർത്തിക്കുമ്പോൾ, വിജയം വന്നു ചേരുമ്പോൾ ശ്രദ്ധിക്കുക, വളരെയധികം ജാഗ്രത വേണം. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലായാലും, പണം കടം കൊടുക്കുന്ന കാര്യത്തിലായാലും, ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന കാര്യത്തിലായാലും, മറ്റ് ഏതൊരു സാമ്പത്തിക ഇടപാടുകൾ വാക്ക് പറയുമ്പോഴും ഒക്കെ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. വിദേശത്ത് പോകുവാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ച ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരൻ. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, അങ്ങനെയുള്ളവർക്ക് 2025 സ്വന്തം നാട് വിട്ട് ഒരു ജോലി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് അവരുടെ ഒരു നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയ ജോലി കിട്ടുവാനും യോഗമുണ്ട്. തൊഴിൽ സ്ഥാനം അങ്ങനെയാണ് കാണുന്നത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, അത് സാധിക്കും. ദീർഘനാളുകളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ബിസിനസ്സുകൾ ചെയ്തിട്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവർ, ബിസിനസ് നിർത്തിവെച്ചിരിക്കുന്നവർ, ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവർക്ക് പുതിയ ബിസിനസ് രംഗത്തിലേക്ക് കടക്കുവാൻ 2025 ഉത്തമമാണ്. അപ്രതീക്ഷിത ധനാഗമന യോഗം വന്നു ചേരും. ബിസിനസ്സിലൂടെയും വ്യാപാരത്തിലൂടെയും ഇടപാടുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക, വിജയം സുനിശ്ചിതമായിട്ടും ഉണ്ടാകും. അതിനായിട്ട് ഏറ്റവും പ്രധാനമായ വഴിപാടുകൾ ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദുർഗാദേവി ക്ഷേത്ര ദർശനമായാൽ ഉത്തമം. കൂടാതെ അധികാരത്തിൻ്റെ ഗ്രഹമായ ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കും. അതാണ് ഈ ചോതി നക്ഷത്രക്കാരുടെ പ്രത്യേകത. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.